ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 52ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 486ാമത്തെ നാമം മുതൽ 492ാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത്. ഖബസ്തി നേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വരഃ ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരുഃ. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഖബസ്തി നേമി, സത്വസ്ഥ, സിംഹോ, ഭൂതമഹേശ്വര, ആദിദേവ, മഹാദേവ, ദേവേശ എന്നീ 7 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമമാണ് ഖബസ്തി നേമി. ഖബസ്തി എന്ന് വെച്ചാൽ രശ്മികൾ എന്നർത്ഥം. നേമി എന്നാൽ അതിൽ നിന്നും വരുന്ന പ്രഭാവം എന്നർത്ഥം. അപ്പോൾ ഗഭസ്തി നേമി എന്നാൽ ഏതൊരു ശക്തിയാണോ ആ ഒരു പ്രകാശത്തിന് ഉടമയായി നിന്നുകൊണ്ട് അതിൽ നിന്നും വരുന്ന രശ്മികളാൽ എല്ലാ സൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്നത്, ആ ശക്തിയെ ഗഭസ്തി നേമി എന്ന് പറയുന്നു. അതായത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോരോ ചലനത്തിനും ഈ 5 കോശങ്ങളാൽ പ്രവർത്തിക്കപ്പെടുന്ന എല്ലാവിധ പഞ്ചഭൂതാധികമായ എല്ലാ വസ്തുക്കളിലും ഭഗവാന്റെ പ്രഭാവമുണ്ട്. അതിനാൽ ഭഗവാന് ഖബസ്തി നേമി എന്ന നാമധേയം. അടുത്ത നാമധേയം സത്വസ്ഥ എന്നാണ്. ഏതൊരു ശക്തിക്കാണോ സാത്വികമായ ഒരു അവസ്ഥയിലൂടെ 3 ഗുണങ്ങളിലും അധിപനായി നിൽക്കുന്നത്, ആ ഒരു ശക്തിയെ സത്വസ്ഥ എന്ന് പറയുന്നു. അതായത് 3 ഗുണങ്ങൾ തന്നിൽ എല്ലാവർക്കും ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ഉയർന്ന ഗുണമായി സാത്വിക ഗുണമായിട്ടുള്ളതാണ് ഭഗവാനിലുള്ളത്. അതായത് മായ ഈ 3 ഗുണങ്ങളുടെയും പ്രവർത്തനത്തെ ബാധിക്കുന്നു. എന്നാൽ ഭഗവാനിൽ മായ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. കാരണം വൈകുണ്ഠത്തിൽ മായയ്ക്ക് പ്രവേശനമില്ല. ആ 3 ഗുണങ്ങളാണ് സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ ഈ മായ എപ്പോഴും സാത്വിക ഗുണത്തിന്മേൽ പ്രഭാവം ചെലുത്തി അതിൽ നിന്നും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഉണ്ടാക്കുന്നു. എന്നാൽ സാക്ഷാൽ പരബ്രഹ്മമായ ഈശ്വരൻ ആ ഒരു സാത്വിക ഗുണത്തെ മാത്രം നിലനിർത്തിക്കൊണ്ട് വളരെ പവിത്രമായ സത്യത്തിന് ഉടമയായി നിൽക്കുന്നു. അതിനാലാണ് ഭഗവാന് ശുദ്ധ സത്യസ്വരൂപ എന്ന നാമധേയവുമുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിനാൽ ഭഗവാന് സത്വസ്ഥ എന്ന നാമധേയം. അടുത്ത നാമധേയം സിംഹ എന്നാണ്. സിംഹ എന്ന വാക്കിന് അർത്ഥം നമ്മുടെ മൃഗമായ സിംഹത്തെ കുറിക്കുന്നു. അതായത് ഏതൊരു ശക്തിയെ വന്നാലും അതിനെ എതിർക്കുവാൻ സിംഹം എന്നും ആ ഒരു തൻ്റെ തേജസ് കൊണ്ട് എതിർക്കുന്നു എന്നതാണ് സത്യം. ഭഗവാന്റെ പല പല അവതാരങ്ങളിൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ഒരു അവതാരമാണ് നരസിംഹാവതാരം. അതിൽ ഭഗവാൻ ഉപയോഗിക്കുന്നത് സാക്ഷാൽ സിംഹത്തിന്റെ മുഖത്തെയാണ്. അപ്പോൾ ഭഗവാൻ ഭീമസേന എന്ന ഒരു നാമധേയത്തിന് ഉടമയാകുമ്പോൾ അവിടെ ഭഗവാൻ സത്യഭാമ എന്ന നാമത്തിനും ഉടമയാകുന്നു. ഇതിനെല്ലാം നമുക്ക് ഭഗവാന്റെ നരസിംഹ അവതാരത്തെ കുറിക്കൊണ്ട് ആ ഒരു പ്രഹ്ലാദൻ എന്ന പരമഭക്തന് ആ ഒരു അവതാരത്തിലൂടെ ഭഗവാൻ അനുഗ്രഹിക്കുകയും ആ ഒരു സമയത്ത് ഹിരണ്യകശിപുവിനെ വധിക്കുവാനായി ആ ഒരു അവതാരം എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ സിംഹം എന്ന് പറയുന്നത് ഏതൊരു രീതിയിലാണോ മറ്റു ശത്രുക്കളെ എതിർക്കുവാനുള്ള ശക്തി ഏറ്റവും അധികം ക്രൂരമായി ഉള്ളത്, അതുപോലെ തന്നെ ഭഗവാൻ അധർമ്മത്തെ എതിർക്കുവാൻ അത്രയും ക്രൂരമായ ശക്തികൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് ശാന്തസ്വരൂപനായി പ്രഹ്ലാദൻ എന്ന പരമഭക്തന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭഗവാന് സിംഹ എന്ന നാമധേയം. അടുത്ത നാമധേയമാണ് ഭൂത മഹേവര എന്ന നാമധേയം. അതായത് ഭഗവാൻ ഏതെല്ലാം കൽപ്പനകൾ നൽകുന്നുവോ, ഏതെല്ലാം നിയന്ത്രണങ്ങൾ നൽകുന്നുവോ, ഏതെല്ലാം കാര്യത്തിൽ അതിൽ ഓരോരോ ചിട്ടകൾ വരുത്തുന്നുവോ അതെല്ലാം ഓരോരോ സൃഷ്ടികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടിയാണ്.
അതായത് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെതായ നിയമാവസ്ഥകൾ നമ്മൾ പാലിക്കുക തന്നെ ചെയ്യണം. അതിലൂടെയാണ് ആ ഒരു സൃഷ്ടി ധർമ്മത്തിന്റെ പാതയിലോട്ട് കയറുന്നത്. അതിനാൽ ഭഗവാന് ഭൂതമഹീവര എന്ന നാമധേയം. അടുത്ത നാമധേയം ആദിദേവ എന്നാണ്. ദേവ എന്നാൽ ഒരു ഭഗവാൻ, ഈശ്വരാദിത്വമുള്ള ഭഗവാൻ എന്നർത്ഥം. ആദി എന്ന് പറഞ്ഞാൽ ഏറ്റവും പുരാതനമായിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ആദിയായിട്ട്, പുരാതനമായിട്ട്, സമയം വരുന്നതിന് മുൻപ് തന്നെ ഉണ്ടായ ആ ഒരു ശക്തിയായതിനാൽ ഭഗവാന് ആദിദേവ എന്ന നാമധേയം. വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ആദി എന്നാൽ ഒരാൾ ഏതൊരാളാണോ മറ്റുള്ള കാര്യത്തെ ഭക്ഷിക്കുന്നത്, അതിനും ആദി എന്ന അർത്ഥം. അതായത് ഓരോ യുഗാവസാനത്തിൽ സൃഷ്ടിച്ചതെല്ലാത്തിനെയും സ്വന്തമായി ലയിപ്പിക്കുമ്പോൾ അതിനെ എല്ലാം ഭക്ഷിക്കുന്നതിനാൽ ഭഗവാന് ആദിദേവ എന്ന നാമധേയം. ഭഗവാൻ പല തരത്തിലുള്ള രൂപങ്ങൾ എടുക്കുകയും ആ രൂപത്തിലൂടെ, നാമത്തിലൂടെ നമ്മുടെ മനസ്സിൽ കുടികൊള്ളുകയും ചെയ്യുന്നു. അത് എപ്പോഴാണോ നമ്മൾ മനസ്സിലാക്കുന്നത്, ആ സമയത്താണ് നമ്മൾ ധർമ്മ പരിപാലനത്തിന് വേണ്ടി വളരെ സൂക്ഷ്മമായി നമ്മൾ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്. അതിനാൽ ഭഗവാൻ ആദിദേവ എന്ന നാമധേയം. അടുത്ത നാമധേയം മഹാദേവ എന്നാണ്. ദേവ എന്നാൽ ഈശ്വരത്വമുള്ള ഒരു ദേവനെ നമ്മൾ ദേവ എന്ന് പറയുന്നു. മഹാ എന്ന് പറഞ്ഞാൽ മഹത്തായതിനെ മഹാ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ എല്ലാ വിധത്തിലുള്ള മനസാക്ഷികൾക്കും ഉടമയായി നിന്നുകൊണ്ട് ആ ഒരു ഈശ്വരത്വമുള്ള വിഗ്രഹത്തെ, അത് ഏതു രൂപമായിക്കോട്ടെ, അതിന് ജീവത്വം നൽകുന്നു. അതിനാൽ ഭഗവാന് മഹാദേവ എന്ന നാമധേയം. അടുത്ത നാമധേയം ദേവേശ എന്നാണ്. ഈ എല്ലാ ദേവന്മാർക്കും ഈശ്വരനായി കുടികൊള്ളുന്ന ഭഗവാന് ദേവേശ എന്ന നാമധേയം. അതായത് ഭഗവാൻ ഒരു ചോദ്യത്തിനും, എല്ലാ ചോദ്യത്തിനും ഉത്തരത്തോടു കൂടിയുള്ള ജ്ഞാനത്തെ ഉടമയായി കൊണ്ടിരിക്കുന്നതിനാൽ ഭഗവാൻ എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായി നിലകൊള്ളുന്നു. സ്വർഗത്തിൽ ഈശ്വരന്മാർക്ക് ഒരു പ്രശ്നം ഉദിക്കുമ്പോൾ അവരെല്ലാവരും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അടുത്ത് വൈകുണ്ഠത്തിൽ പോയി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരത്തെ കണ്ടെത്തുന്നതിനാൽ ഭഗവാന് ദേവേശ എന്ന നാമധേയം. അടുത്ത നാമധേയം ദേവഭൃത് ഗുരു എന്നാണ്. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണത്. ദേവ എന്നാൽ ഈശ്വര എന്നർത്ഥം. ഭൃത് എന്നാൽ ആ ഈശ്വരന്മാർക്കും രാജാവായി നിൽക്കുന്നതാരാണോ അവരെ ദേവഭൃത് എന്ന് പറയുന്നു. ഗുരു എന്നാൽ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഒരു ഈശ്വരന്മാരുടെ രാജാവിനെ നയിക്കുവാൻ ആർക്കാണോ കെൽപ്പുള്ളത് അവരെ ദേവഭൃത് ഗുരു എന്ന് പറയുന്നു. അതായത് ഇന്ദ്രനെയാണ് ഈശ്വരന്മാരുടെ രാജാവായി കൽപ്പിക്കപ്പെടുന്നു. ആ ഇന്ദ്രന് ഭഗവാൻ സംരക്ഷണം നൽകുകയും ഏതൊരു അവസ്ഥയിൽ ഇന്ദ്രൻ പതറുമ്പോൾ ആ ഒരു ഇന്ദ്രന് തന്നെ ഉപദേശിക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാന് ദേവഭൃത് ഗുരു എന്ന നാമധേയം. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ഗഭസ്തി നേമി, സത്വസ്ഥ, സിംഹ, ഭൂതമഹേശ്വര, ആദിദേവ, മഹാദേവ, ദേവേശ എന്നീ 7 നാമങ്ങളാണ്. ഗഭസ്തി നേമി, സത്വസ്ഥ, സിംഹോ, ഭൂതമഹേശ്വര, ആദിദേവോ മഹാദേവോ, ദേവേശോ ദേവഭൃത് ഗുരു. ഓം നമോ ഭഗവതേ വാസുദേവായ.